നിർവേദത്തില് നയൻറ്റീസ് കിഡാണ് ഞാൻ. അന്ന് ട്രൗസർ ഇട്ട പോലീസായിരുന്നു. ജനിച്ചതുകൊണ്ട് 90s കിഡ് എന്ന് പറയില്ലല്ലോ. അതുപോലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന്റെ മൂഡ് കളയാനും പറ്റും, ഡയറക്ടറിന്റെ മൂഡ് കളയാനും പറ്റും. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടായി. അതാണ് പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയം ഉണ്ടാവും. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലോ നമ്മുടെ സൗഹൃദ വലയങ്ങളിലോ ആരെങ്കിലും ഒരാൾ മലയാള സിനിമയിൽ എത്തിച്ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാവും. അത്തരത്തിൽ മലയാള സിനിമ സ്വപ്നം കണ്ട ആ സ്വപ്നം കയ്യെത്തിപ്പിടിച്ച ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ റിലീസാകാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അദ്ദേഹവും ആ സിനിമയുടെ അണിയറ പ്രവർത്തകൻ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഡയറക്ടറിൽ തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഞാൻ കൂടുതലും ഈ സിനിമ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കാരണം ഇത് ഒരു ഡെബ്യൂട്ട് വർക്കാണ് അല്ലേ അഭിജിത്തിൻ്റെ. അപ്പോൾ അഭിജിത്തിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് എങ്ങനെയാണെന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കൂടുതലും കാണുന്ന യുവാക്കൾക്ക്, പലരും സിനിമ മോഹികളായിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഒരു ലീഡായിരിക്കും. പല നിലയിൽ അവർക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി. കൂടുതലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചാലഞ്ചിങ് ആവുന്നത് നമുക്കൊരു നിർമ്മാതാവിനെ ബാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മളൊരു ഫ്രഷ് ഡെബ്യൂട്ട് മൂവി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും കൂടുതലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ നിലയ്ക്ക് അഭിജിത്ത് ഏത് നിലയിലാണ് ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്? ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നടത്തിയ സ്വപ്നമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിക്ക് എത്താനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും അതുപോലെ പല കൂട്ടുകാരുടെ സഹായത്തിലും നമ്മൾ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നമുക്ക് കിട്ടിയ കോൺഫിഡൻസിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പ്രൊഡ്യൂസേഴ്സിനെ കണ്ടെങ്കിലും അവർക്കെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാനാണ് താല്പര്യം. പിന്നെ ഞാനെന്ന് പറഞ്ഞ പുതിയൊരു ഡയറക്ടറിലേക്ക് അവരൊരു വിശ്വാസം അർപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ വരുന്ന ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴല്ല ഒരു 2 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന ഒരു ഫിലിം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. അതിനകത്ത് പല രീതിയിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടാവാം, ആക്ഷൻ സീക്വൻസ് ഉണ്ടാവും. അപ്പം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്തും എനിക്ക് പറയാനായിട്ട് ഞാൻ വന്ന വഴികളിൽ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ അതൊന്നും ഒരു സിനിമ എന്ന് പറയുന്ന മേഖലയിൽ എത്തിപ്പെടാനായിട്ട് പോരാ എന്നുള്ളതാണ്. ഞാൻ മോഹൻ കുപ്പേരി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റോഷ് വിജയൻ സാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദീപു കരുണാകരൻ സാറിൻ്റെ വർക്ക് ചെയ്തു. ഫൈനലി വർക്ക് ചെയ്തു RS വിമൽ എന്നതിൻ്റെ മൊയ്തീനൊക്കെ. ഫസ്റ്റ് പ്രൊജക്റ്റിൽ ഒരു പുതിയ മേഖലയിൽ കൈവയ്ക്കുന്നതായിട്ടൊരു ഫീലിംഗ് എന്തായാലും വന്നിട്ടുണ്ടാവില്ല അല്ലേ, ഈവൻ ഇതൊരു ബൾക്ക് ആണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ ഒട്ടും ഈസി ആയിട്ട് ഒന്നിനെയും കാണാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഈ സിനിമയിലേക്ക് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായി. കാര്യം ഇപ്പോൾ ഈ പറയും പോലെ ഞാൻ ഇന്നയാളുടെ കൂടെ വർക്ക് ചെയ്തു. പക്ഷേ നമ്മൾ അതിൽ കൂടെ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ടാണ് ഓരോ സിനിമയിലും കൂടെ പോയി വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിനും പുറത്ത് മാനസികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെയും അതുപോലെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം അതൊരു സെറ്റിൽ പല മാനസികാവസ്ഥയിൽ വരുന്ന ഒരു 100-120 പേര് നമ്മുടെ സെറ്റിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൂടെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആര് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ആ സെറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനോ കഴിയും. അതുപോലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ മൂഡ് കളയാനും പറ്റും, ഡയറക്ടറിൻ്റെ മൂഡ് കളയാനും പറ്റും. അപ്പം ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞ അസിസ്റ്റൻ്റായിട്ട് പോകുമ്പോഴും അസോസിയേറ്റ് ആയിട്ട് പോകുന്ന സമയത്തും നമ്മുടെ വർക്ക് എടുക്കുക, നമ്മൾ ആ രീതിയിലുള്ള പ്രഷറോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ടി വരില്ല. മറ്റേത് ഇവിടെ എന്ത് സംഭവിച്ചാലും അതെൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംഭവിക്കാൻ സെറ്റിലുണ്ടായി. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടായി. അതാണ് പറയുന്നത്. ആ സാധനം നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും അതുപോലെ ഒരു കോൺഫിഡൻസും ഉണ്ട്. അത് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയൊരാളെന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റാനായിട്ട് ഷാജി പുനലാർ എന്ന് പറഞ്ഞൊരു വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് അർപ്പിച്ച വിശ്വാസം എനിക്കും തിരിച്ച് അതുപോലെ സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിലീസിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടേണ്ടത് പ്രൊഡ്യൂസറിനാണ്. പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പ്രൊഡ്യൂസറിനായിട്ട് സിനിമ കാണിക്കുന്ന സമയത്ത് പുള്ളി ഫുൾ കോൺഫിഡൻസ് ആണ്, എൻ്റെ ഡബിൾ കോൺഫിഡൻസിലാണ് പുള്ളി നിൽക്കുന്നത് സബ്ജക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് OTT സെയിൽസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചില സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ നിർബന്ധം, പുള്ളിക്ക് തിയേറ്ററിൽ തൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും കൂടെ ഇരുന്ന് തിയേറ്ററിൽ സിനിമ കാണണം, തിയേറ്ററിൽ ഇറക്കുന്നതാണ് സിനിമ എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ പുള്ളി അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. ലീഡ് റോള് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന അനിലേട്ടൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ചേട്ടൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ്റെ എവിടെ നിന്നാണ് വരുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ പേഴ്സണലി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം, ജസ്റ്റ് ഒരു 10 സെക്കൻഡ്. എൻ്റെ സ്ഥലം ചാലക്കുടിയാണ്.
ഞാൻ സിനിമയിൽ തുടങ്ങിയതാണെങ്കിൽ സെക്കൻഡ് ഷോ എന്ന സിനിമയാണ് ആദ്യമായിട്ടൊരു പ്രധാന ക്യാരക്ടർ വേഷം ചെയ്ത സിനിമ. അതിനുശേഷം ഇമ്മാനുവൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് എടുത്തു കുറച്ച് നാൾ വിദേശത്തായിരുന്നു, ന്യൂസിലാൻഡിലായിരുന്നു ഫാമിലിയായിട്ട്. പിന്നെ തിരിച്ചു വന്നിട്ട് RJ മഡോണ എന്ന് പറഞ്ഞൊരു സൈക്കോ ത്രില്ലർ മൂവിയിൽ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടർ ചെയ്തിരുന്നു. അത് 2022 തുർക്കി ഇസ്താംബുൾ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. പിന്നെ അതിനുശേഷം അതേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവി ചെയ്തിരുന്നു. അതിൽ ഡോക്ടർ അക്ഷയ് മേനോൻ എന്നുള്ളൊരു ക്യാരക്ടറിന് ഹൈദരാബാദ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരുന്നു. ആ സിനിമ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. പിന്നെ പപ്പ എന്നുള്ളൊരു സിനിമ പൂർണ്ണമായിട്ട് ന്യൂസിലാൻഡിൽ ഷൂട്ട് ചെയ്തിരുന്ന ഒരു ഫാമിലി ഡ്രാമ. അത് കഴിഞ്ഞ വർഷം ഇവിടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. ഒരു ചെറിയ സിനിമയായിരുന്നു. ഇപ്പോൾ നായകനാവുന്ന 3ാമത്തെ സിനിമയാണ്. കുരുക്കായിരിക്കും എൻ്റെ കരിയറിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ഫിലിം ആവാനൊക്കെ ഒരു സാധ്യതയുള്ള റോളായിരിക്കും. തീർച്ചയായിട്ടും റോൾ എന്ന് മാത്രമല്ല, ബ്രേക്ക് ത്രൂ ആവാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ മൂവിക്കുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ ടോട്ടൽ മൂവി ഇപ്പോൾ കംപ്ലീറ്റ് ആയപ്പോഴും ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റും പെർഫോമൻസും ഒക്കെ ജസ്റ്റിഫൈഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർക്ക്, എസ്പെഷ്യലി ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ കരിയർ സിനിമയ്ക്കും അതുപോലെ തന്നെ ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയാണ് അദ്ദേഹത്തിനും. ഞങ്ങൾ പല എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത അപ്കമിങ് ആക്ടേഴ്സാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും DOP ആണെങ്കിലും അങ്ങനെ ടോട്ടൽ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഈ റോള് ഇപ്പോൾ ഒരു പോലീസ് വേഷമാണ്, മുഴുനീള പോലീസ് വേഷമായിരിക്കും അല്ലേ? അപ്പോൾ ഈ പോലീസ് വേഷത്തിൽ ചെയ്യുന്നതിലൊരു എക്സൈറ്റ്മെൻറ്റ്, അതായത് ഈ റോളിനപ്പുറം പോലീസ് എന്നൊരു റോൾ കൈകാര്യം ചെയ്യുന്നു എന്ന നിലയ്ക്കൊരു എക്സൈറ്റേഷൻ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഫ്രം ദ റൈറ്റ് ബിഗിനിങ്, അപ്പം ഞാൻ സ്ക്രിപ്റ്റ് സിനോപ്സിസ് വായിച്ച ആ സമയത്ത് തന്നെ എന്നെ ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ. കാരണം ഞാൻ ഈ സിനിമയുടെ സിനോപ്സിസ് വായിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി 2 സിനിമകളിൽ പോലീസ് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് രാജ്ബി ഷെട്ടി അപർണ ബാലമുരളി കോമ്പിനേഷനിൽ വരുന്ന രുതിരം എന്നുള്ളൊരു പാൻ ഇന്ത്യൻ മൂവി. 2 ഷാജുൻ കാര്യാൽ സാർ സംവിധാനം ചെയ്ത മൃദുഭാവേ ദൃഢകൃത്യ. അതിനകത്ത് കുറച്ച് ലെങ്തി ക്യാരക്ടറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റഫറിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പോൾ പോലീസ് കഥാപാത്രങ്ങൾ നിങ്ങൾ ആദ്യം ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമുക്ക് പോലീസുകാരെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹീറോയിസം. ഞാനൊക്കെ എൻ്റെ ഒരു 2ാം ക്ലാസ്സിൽ എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു പോലീസിനെ കണ്ട ഓർമ്മ വരുന്നത്, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അന്ന് ട്രൗസർ ഇട്ട പോലീസുകാരന്. ഇറ്റ്സ് ലോങ് അഗോ. അത്ര വയസ്സുണ്ട് എനിക്ക്, അത്ര പ്രായമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ മനസ്സിൽ അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഓർമ്മ. പിന്നെ നമ്മൾ ഈ സിനിമകളിലൂടെ നമ്മളെ ത്രസിപ്പിച്ചത് 90s കിഡാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ്റെയും മമ്മൂക്കയുടെ ഇൻസ്പെക്ടർ ബൽറാം മുതൽ സുരേഷ് ചേട്ടൻ്റെ ഏകലവ്യം കമ്മീഷണർ. ജനിച്ചത് അല്ല, അങ്ങനെയല്ല ജനിച്ചതുകൊണ്ട് 90s കിഡ് എന്ന് പറയില്ലല്ലോ. നമ്മുടെ സ്കൂളിംഗ് ടൈമിനെയല്ലേ? ആണോ? അങ്ങനെയാണോ? അയ്യോ, അന്ന് ഞാൻ മാറ്റി പറയുന്നുണ്ടോ? അതെ, ഓക്കെ. അപ്പോൾ ഞാൻ സിനിമ കണ്ട് വളർന്ന, എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു ലേറ്റ് 80s ഏർലി 90s ആണ്. അപ്പോൾ അതെനിക്ക് പുതിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ എൻ്റെ പ്രയോഗം തെറ്റായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളിലെ പല പോലീസ് കഥാപാത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 3 പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് നായക വേഷം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ലൗഡായിട്ടുള്ള ഒരു ഹീറോയിസം കാണിക്കുന്ന അങ്ങനെ ഒരു പോലീസ് ക്യാരക്ടർ അല്ല അഭിജിത്ത് ആ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, അത് ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ബ്രില്യൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഇൻ്റലിജൻ്റ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ കാണുന്നതും. അപ്പോൾ അതെനിക്കൊരു വളരെ ഒരു ന്യൂനെസ് അതിനകത്ത് ഫീൽ ചെയ്തിരുന്നു, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്കൊരു ചാലഞ്ചാണ്. അപ്പോൾ എൻ്റെ പോലെയുള്ള ഒരു ആക്ടർക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രവും സ്ക്രിപ്റ്റുമാണത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അഭിജിത്ത് ഒരുപാട് പേരെ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോഴായിരിക്കും. കാരണം പല ആക്ടേഴ്സിൻ്റെയും, ഇപ്പോൾ നമ്മൾ ഷാരൂഖ് ഖാൻ മുതൽ ഇങ്ങോട്ട് ഇവിടെ മലയാളത്തിൽ വരെ എടുത്താൽ പല ഇൻഡസ്ട്രിയിലും ഇപ്പോഴത്തെ സ്റ്റാറുകൾക്ക് അവരുടെ ബിഗിനിങ് ഏർലി സ്റ്റേജസിൽ അന്നുണ്ടായിരുന്ന പല സ്റ്റാറുകളും വേണ്ടെന്ന് വെച്ച സിനിമകളാണ് അവരുടെ അടുത്തേക്ക് എത്താറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ അത് എനിക്കൊരു ബ്രേക്ക് ത്രൂ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കാഴ്ചയിലൊക്കെ ഒരു പോലീസ് ലുക്ക് ഉണ്ട്. അതിന് പൊളിക്കണം. സിനിമയിലെ പ്രൊമോഷൻ കിട്ടുമായിരിക്കും പല പല. മീര നായർ എന്നല്ലേ
മുഴുവൻ പേര്. അഞ്ജലി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മീര കുറച്ച് കാലമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് മീരയുടെ ഒരു ജേണി, ഈ സിനിമ വരെ എത്തി നിൽക്കുന്ന ഒരു മലയാള സിനിമയിലെ മൊത്തത്തിലൊരു ജേണി എങ്ങനെയാണ്? ഞാൻ തുടങ്ങുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ്. സീരിയൽസിൽ നിന്ന് തുടങ്ങി പിന്നെ മൂവീസ് ചെയ്തു. എൻ്റെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് ചിത്രക്കുഴലാണ്, ഒരു ചിൽഡ്രൻസ് ഫിലിമായിരുന്നു. അത് കഴിഞ്ഞ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് രഥനിർവേദത്തിൽ പപ്പുവിൻ്റെ അനിയത്തി. അനിയത്തിയാണിത്. റിപ്പീറ്റ് വാച്ചുള്ള മൂവിയാണ്. അതെ, സെൻഡ് ചെയ്ത് തരും ഇപ്പോഴും. കാണാത്താരില്ലല്ലോ. നേരെ പോയപ്പോഴാണ് ഇങ്ങനെ അപ്പൂപ്പനെ അതിൻ്റെ അതിരിക്കുന്നത് തിയേറ്ററിനകത്ത്. അവിടെ വെച്ച് പരിചയപ്പെട്ടവരുണ്ട് പുതുതായിട്ട് അല്ലേ? അന്ന് അവിടെ നിന്ന് പരിചയം ഉണ്ടാക്കിയവരുണ്ടോ? മീര കണ്ടിന്യൂ. അപ്പോൾ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് രഥനിർവേദം അങ്ങനെ കുറച്ച് മൂവീസ് കുഞ്ഞിലേ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വലുതായതിനു ശേഷം ഞാൻ നായികയായിട്ട് കുറച്ച് മൂവീസ് ചെയ്തു. തമിഴിൽ സിഗൈ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. പിന്നെ തിമിരം ചെയ്തു, ഈ സൂത്രക്കാരൻ, അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ കുരുക്ക് ചെയ്തു. അതിൽ അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ ഇതിലെ AD അനൂപേട്ടൻ, സുഹാസേട്ടൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ പരിചയമാണ്. ഞാൻ ചെറുതിലേ ചെയ്ത് ഏതൊക്കെയോ വർക്ക് സുഹാസേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അവരൊക്കെ വഴിയാണ് ഞാൻ കുരുക്കിലേക്ക് എത്തുന്നത്.